ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് പകരുന്നതായ ഒരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. നാം കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദിനങ്ങളാണ് നോമ്പുകാലം. നോമ്പുകാല ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യമാണ്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നോമ്പാലെയും പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ് ക്രിസ്തു നമ്മിൽ വസിക്കുവാനും നാം കൃപയുള്ളവരായി തീരുവാനും ഇടയാകുന്നത്. അതിനാൽ നമ്മൾ പുതിയ സൃഷ്ടിയാകുവാനും ദൈവശക്തിയിൽ നിറയുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചുവെങ്കിൽ നമ്മളും സാത്താൻ്റെ പരീക്ഷണത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനമെന്ന വാളെടുത്ത് ദുഷ്ടാത്മ ശക്തിക്കെതിരെ വീശുവാൻ ഈ നോമ്പിൽ നമുക്ക് സാധിക്കണം. യഹോവയെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകിനെ പോലെ ചിറകടിച്ചുയരും. ഈ വിശുദ്ധ നോമ്പ് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 3:30 ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, ഞാനോ കുറയണം, അവൻ വളരണം. ക്രിസ്തു നമ്മിൽ വസിക്കുകയും വളരുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ നിന്ന് ഒരു അത്ഭുതമായി മാറുവാൻ സാധിക്കുന്നത്. കാനാവിലെ കല്യാണത്തിനാണ് ക്രിസ്തു ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത്. അതിന് കാരണമായി തീർന്നത് യോഹന്നാൻ 2:2 പറയുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നതാണ്. അപ്പം ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചതുകൊണ്ട് ക്രിസ്തു അവിടെ പോവുകയും അവരുടെ വലിയ ഒരു പ്രതിസന്ധിയിൽ കർത്താവ് അവരെ സഹായിക്കുകയും ചെയ്തു. നമ്മളും അതുപോലെ പല പ്രതിസന്ധികളിലും ആയിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്കുമുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ദൈവമുഖത്തേക്കാണ്. ദാവീദ് പറയുന്നുണ്ട് സങ്കീർത്തനം 34:5, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. അതെ, നമ്മുടെ വിഷമഘട്ടങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നാം ദൈവമുഖത്തേക്ക് ആത്മാർത്ഥമായി നോക്കുമെങ്കിൽ കർത്താവ് നമ്മളെ പ്രകാശിതരായിട്ട് തീർക്കും. ആരുടെ മുമ്പിൽ ലജ്ജിപ്പാൻ അവൻ ഒരിക്കലും നമ്മളെ വിടുകയില്ല. നീതിമാന്റെ മക്കൾ ഇറങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം നീതിമാനിൽ ദൈവം ഏതു സമയം പ്രവർത്തിക്കും. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എളിമയും താഴ്മയുമായ ഒരു ജീവിതമാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിശുദ്ധ നോമ്പ്. ഓരോ വർഷവും നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയാണ് സഭ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മളും ക്രിസ്തുവിനെ ഈ വിശുദ്ധ നോമ്പിൽ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും ക്ഷണിക്കുമെങ്കിൽ ദൈവത്തിനും നമ്മുടെ ഭവനത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. ആയതിനാൽ വലിയ നോമ്പ് അതിനെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.